വാർത്തകൾ വിശദമായി. ഒഡീഷയിൽ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് CBCI. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും വർദ്ധിച്ചു വരികയാണെന്നും ക്രൈസ്തവർ ഭയത്തിലാണ് കഴിയുന്നതെന്നും CBCI പ്രസിഡന്റ് കൂടിയായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ എല്ലാ മതങ്ങളിലുമുണ്ട്. ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാഹോദര്യത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ നടപടി ഉണ്ടാവേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇതാണ് സഭ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭയമില്ലാതെ ജീവിക്കുവാൻ സാധിക്കണം. നേരത്തെ ജബൽപൂരിൽ ആക്രമണമുണ്ടായി. പിന്നീട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെയുണ്ടായി. അവർ പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആക്രമിക്കപ്പെട്ടാൽ പോലും ആരോടും മിണ്ടരുത്, കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഭയമില്ലാതെ ജീവിക്കുവാൻ അവസരമൊരുക്കേണ്ടത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് പറയുന്നില്ല. ഭരിക്കുന്ന സർക്കാരുകളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മുൻപും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ആക്രമണങ്ങൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് CBCI പ്രസിഡന്റ് പറഞ്ഞു. നിരപരാധികൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർബന്ധിത മതപരിവർത്തനത്തിന് ക്രൈസ്തവരും എതിരാണ്. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് 2.6% ഉണ്ടായിരുന്ന ക്രൈസ്തവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്നത് ക്രൈസ്തവ മതം പുതിയതാണ്, വിദേശത്തു നിന്ന് വന്നതാണ് എന്നാണ്. എന്നാൽ ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നതിന് മുൻപ് ഭാരതത്തിൽ ക്രൈസ്തവരുണ്ട്. 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയാണ്. അതിനെ വിദേശ മതമെന്ന് പറഞ്ഞ് ആക്രമിക്കുവാൻ പറ്റില്ല. ഒരു കന്യാസ്ത്രീ ഉടുപ്പിട്ട് നടന്നാൽ, ഒരു പുരോഹിതനെ കണ്ടാൽ, ഒരു പ്രാർത്ഥന നടക്കുന്നിടത്ത് ഒരാൾ എത്തിയാൽ ഇതെല്ലാം നിർബന്ധിത മതപരിവർത്തനമെന്ന് വ്യാഖ്യാനിച്ച് ആക്രമിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ബുധനാഴ്ചയാണ് സംഭവം നടന്നത്. ഒഡീഷയിലെ ജലേശ്വറിലാണ് മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകൾക്കും മലയാളി വൈദികർക്കുമെതിരെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം നടന്നത്. മതപരിവർത്തനം ആരോപിച്ച് 2 വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ജലേശ്വറിലെ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പലും ബാലസോർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയുമാണ് ആക്രമണത്തിന് ഇരയായത്. BJP നേതാക്കന്മാരൊക്കെ എവിടെ പോയി? ഇന്നലെ ഒഡീഷയിൽ വീണ്ടും 2 മലയാളി വൈദികരെ, 2 കന്യാസ്ത്രീകളെ വീണ്ടും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക. അവരെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു ഗ്രാമത്തിൽ മതപരമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു. 3 മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു. പോലീസ് കേസെടുത്തിട്ടില്ല. അവരുടെ അതിനു മുമ്പിൽ വഴികാട്ടിയായി വന്ന ബൈക്കിന്റെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു. ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു. ക്രൂരമായി അവരെ മർദ്ദിച്ചു. 2 കന്യാസ്ത്രീമാരെയും 2 വൈദികരെയും, മലയാളികളായ വൈദികരെയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 835ാമത്തെ സംഭവമാണ്. ഒരു വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത്. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം? എന്നിട്ട് ആട്ടിൻതോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ. ഇതെല്ലാം ചെയ്തു വെച്ചു. ഇത് സംഘപരിവാർ അജണ്ടയാണ്, BJP അജണ്ടയാണ്. ഇതൊരു ഹിറ്റ്ലർ രീതിയാണ്, ഒരു സിയോണിസ്റ്റ് രീതിയാണ്. ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയാണ്. അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അവരുടെ കൂടെ, അവർക്ക് സംരക്ഷണവുമായി നിൽക്കും. അതേസമയം ഇതിൽ പ്രതികരിച്ച VD സതീശനും രംഗത്തെത്തി. ഒഡീഷയിൽ വീണ്ടും വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചപ്പോൾ കേരളത്തിലെ BJPക്കാർ എവിടെ പോയി എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ക്രൂരമായി മർദ്ദിച്ചു. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അരമനയിൽ പോയി കേക്ക് കൊടുക്കുവാൻ പോവുകയാണ്. ഇതൊരു BJP അജണ്ടയാണ്. ഇത് ഹിറ്റ്ലർ രീതിയാണ്. ജർമ്മനിയിൽ നടന്നതുപോലെയാണ് ഇന്ന് രാജ്യത്ത് ക്രൈസ്തവ വേട്ട നടക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും. കോൺഗ്രസ് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഒപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.